ഞങ്ങളെ വാപ്പ ഖബറിലാണ്, ഞങ്ങളെ ഉമ്മ ഖബറിലാണ്, ഞങ്ങളെ ഭർത്താവ് ഖബറിലാണ്, ഞങ്ങളെ മക്കള് ഖബറിലാണ്, ഞങ്ങളെ അമ്മായിമ്മ ഖബറിലാണ്, ഞങ്ങളെ അമ്മോസനെ ഖബറിലാണ്, ഞങ്ങളിൽ പെട്ട പലരും ആരുടെ മുന്നിലാണ്. അല്ലാഹുവേ എല്ലാവരും ഖബറിലേക്ക് നീ റഹ്മത്തിന്റെ മാലാഖമാരെ നീ ഇറക്കി കൊടുക്കണല്ലോ. ഒരുപാട് അടിമമാര് വിളിച്ചിട്ടുണ്ട്, തന്റെ ഭർത്താവ് മരിച്ചു, എന്റെ ഗ്രൂപ്പിലൊരു താത്താന്റെ ഭർത്താവ് മരിച്ചു, ഉമ്മ മരിച്ചു, വാപ്പ മരിച്ചു, മറ്റുള്ളവരൊക്കെ ഖബർ വിശാലാകാൻ ദ്വാരിക്കണമെന്ന് അടിമമാര് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരൊക്കെ നമ്മളിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ടോ, ആരൊക്കെ ദുആ കൊണ്ട് വസിയത്ത് അവരെല്ലാവരുടെ ഖബറിലേക്ക് നീ റഹ്മത്തിന്റെ മാലാഖമാർ അല്ലാഹുവേ നീ ഇറക്കി കൊടുക്കണേ. അല്ലാഹുവേ ഖബറിൽ അദാബ് നീ കൊടുക്കല്ലേ റബ്ബേ. ഖബർ ഒരു പേരാ അല്ലേ, നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വെച്ച് ഏറ്റവും വലിയ സമ്മാനമാണ് ഇത് ഖുർആൻ ഹദിയ. മനസ്സിലാകും, നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നിഅമത്താണ് എന്ത്. ഒരുപാട് സ്ഥലത്ത് കറണ്ടില്ല കേട്ടോ, എവിടെ കറണ്ടില്ല, ചാർജ് കുറയുന്നു, ഫുൾ കാണാൻ പറ്റില്ല. സാറല്ലേ കേട്ടോ, പിന്നെ എവിടെ കറണ്ടില്ല തങ്ങള് അല്ലേ, മാത്രം തങ്ങള് കേട്ടോ. അല്ലാഹു ബർക്കത്ത് കേട്ടോ. കോട്ടയം ഇവിടെ കറണ്ട് വന്നു തങ്ങളെ, നിങ്ങളെ ഭാഗ്യം കേട്ടോ. ഇപ്പൊ വന്നു, അവിടെ പറഞ്ഞില്ലേ, നമ്മളെവിടെ വരാൻ ദ്വാരിക്കും. ഇൻഷാ അല്ലാഹ് സ്വലാത്തുൽ ഫാത്തിഹയിലേക്ക് കിടക്കുകയാണ്. എപ്പോഴും ഞാൻ കൂടെ പറയാറുണ്ട്, എന്തറിയോ, ഈ മജ്‌ലിസ് ഒരു കപ്പലാണ്, ഇതിന്റെ കപ്പിത്താന്മാര് അള്ളാഹുവിന്റെ ഔലിയാക്കളാണ്. നിങ്ങൾക്ക് ഒറ്റപ്പാട്ട് കറണ്ടുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇൻവെർട്ടർ ഉണ്ട് എന്നറിയില്ല, പൈസ ഉള്ളവർക്ക് വാങ്ങാലോ ഇൻവെർട്ടറൊക്കെ. നമ്മളെപ്പോഴും അള്ളാഹു ഒരു പ്രകൃതി ദുരന്തമൊക്കെ അള്ളാഹു കാക്കട്ടെ, നമ്മൾ ദ്വാരിക്കട്ടോ. ഇൻഷാ അല്ലാഹ് ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കാൻ 5 വർഷമായി തന്റെ കുട്ടിന്റെ കല്യാണം കണ്ട് മക്കളുണ്ടായിരുന്നില്ല. 5 കൊല്ലായി അൽഹംദുലില്ലാഹ് സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങിയപ്പോൾ റഹ്മത്തിന്റെ മലക്കം തുടങ്ങി. നമുക്ക് സ്വലാത്ത് അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങിയപ്പോ 5 കൊല്ലമായി മക്കളുണ്ടായിരുന്നില്ല. 5 കൊല്ലം മക്കളുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോ സ്വലാത്തുൽ ഫാത്തിഹ ഒരു വലിയ ഫദ്ൽ, മഹാ അത്ഭുതമാണ്, നയന മനോഹരമായ ഫദ്ലാണ്. 5 വർഷത്തിന് ശേഷം ഒരു കുടുംബത്തിന് അല്ലാഹു കൊടുത്ത നിഅമത്താണ് പറയാനുള്ളത്. സ്വലാത്തുൽ ഫാത്തിഹയിലേക്ക് കിടക്കണം കേട്ടോ. എല്ലാവർക്കും അല്ലാഹു സ്വാലിഹ മക്കളെ ഇതിൽ ഈ മജ്‌ലിസിൽ എന്ത് ചോദിച്ചാൽ ഉത്തരാണ്. അതാണ് വലിയൊരു നിഅമത്ത്, അതാണ് വലിയൊരു. മഞ്ചേരി മജ്‌ലിസ് ഇന്ന് കേൾക്കാൻ പറ്റും തോന്നുന്നില്ല, മഞ്ചേരി ഇല്ല മജ്‌ലിസിൽ ആയിക്കോട്ടെ. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലണം കേട്ടോ. അങ്ങോട്ട് ഇജാസത്ത് വാങ്ങിയാല് പറ്റി കറണ്ടില്ല, എന്താ ചെയ്യാ കേട്ടോ. ഇപ്പൊ മഴക്കാറ്റൊക്കെ തോന്നില്ലേ കേട്ടോ. നമ്മളെ മദ്രസ നിർത്തിവെച്ച നമ്മളെ ഭാഗ്യാണ്. അല്ലാഹ് റഹ്മത്ത് എന്തൊക്കെയൊരു നിഅമത്ത് റബ്ബ് തന്നിക്കണം. അല്ലെങ്കിൽ നോക്കുകയാണെ ഇന്നത്തെ കാറ്റിലൊക്കെ നമ്മളെ പന്തല്, സുബ്ഹാനല്ലാഹ്, ഇന്നത്തെ കാറ്റൊക്കെ പന്തൽ ഉണ്ടായിരുന്നെങ്കിലോ ഒക്കെ പന്തൊന്നും ഉണ്ടാവില്ല. ഇത്തിരി വലിയ കാറ്റായിരുന്നു കേട്ടോ. കാറ്റ് അല്ലാഹു തരാതിരിക്കട്ടെ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. കടലിലും കരയിലും ഒരുപാട് ദുരന്തങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ. കടലിൽ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ, സുനാമി പോലുള്ള ഒരുപാട് ദുരന്തങ്ങൾ. അതുപോലെ തന്നെ നമ്മള് പിന്നെ ഭൂമിയിൽ ഒരുപാട് ഭൂകമ്പങ്ങള്, അതുപോലെ തന്നെ ഉരുൾപൊട്ടല്, കാറ്റ്, മഴ. ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിൻ നാസ്. അത് ജനങ്ങളെ, നിങ്ങള് സ്വഭാവം, നമ്മുടെ സ്വഭാവം മോശമാണ്.
നമ്മൾ കാരണമാണ് എന്ത് ചെയ്യുന്നത് ഇതൊക്കെ സംഭവിക്കുന്നത്. ജനങ്ങൾ കാരണമാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ്. പിന്നെ ഞായറാഴ്ചയാണ് നാളെ, ഇന്നല്ല നാളെ നമ്മൾ എത്തിയ കുട്ടികളെ പൈസ കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഈ മജ്‌ലിസ് കേൾക്കുന്ന ഇൻഷാ അല്ലാഹ് നാളെ എല്ലാ മാസവും എപ്പോഴും നടത്തുക. ഇതൊക്കെ ഞാൻ പണ്ട് ഓടുന്ന ആയത്തുകളാണ് കേട്ടാ. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ പണ്ട് മുതൽ ഇൻഷാ അല്ലാഹ് കേട്ടോ. അപ്പോൾ ഞായറാഴ്ച നമ്മൾ നോക്കുന്ന ഒരുപാട് എത്തിയ മക്കളുണ്ട്. ഓർക്ക് എല്ലാ മാസം കൊടുക്കുന്ന 5000 10,000 ഒക്കെ ഉണ്ട്. മനുഷ്യ നാളെ നമ്മൾ എന്ത് ചെയ്യും കൊടുക്കും. പോലെ വന്നോളി നാളെ കേട്ടോ. പിന്നെ ഒരു കുട്ടിയെങ്കിലും കൂടെ വേണം, ഒരു കുട്ടിയെങ്കിലും. കാരണം ജനങ്ങൾ പൈസ തന്നത് എത്തിയ മക്കൾക്കാണ്. അത് എത്തിയുമല്ലാത്തൊരു ഉമ്മാന്റെ കൈ കൊടുക്കാൻ പറ്റൂല. പറ്റുമോ? ഒരു കുട്ടിയെയും വേണം കൂടെ. എല്ലാവരും കൊണ്ടുവരാൻ പറ്റില്ല, ഒരു കുട്ടിയെങ്കിലും വേണം. ആ മക്കളെ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യാം, സൂക്ഷ്മത വേണം ജീവിതത്തിൽ. അതല്ലെങ്കിൽ ശരിയാവില്ല. നമ്മൾ വലിയ ആൾക്കാരായിട്ട് ഒരു മാതാപിതാക്കളെ കൈ കൊടുക്കും, അത് ശരിയാവില്ല. ലാസ്റ്റ് പറ പെട്ടെന്ന് ഇന്നൊന്നുമില്ല. ഇന്ന് പിന്നെ എന്തില്ല ഫദ്ല് വായിക്കൂല, ഇന്ന് ഫാത്തിഹ വായിക്കൂല, ഇന്ന് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക, പെട്ടെന്ന് ദ്വാരിക്ക അവസരക്കാരൻ്റെ കൂടെ പറപ്പികളെ മൊബൈലിൽ ചാർജ് ഉണ്ടായിക്കോട്ടെ. അർജന്റല്ല ചാവക്കാടൊക്കെ നല്ല മഴയാണ്. വേഗം ചെല്ലാന്ന് പറഞ്ഞാൽ അങ്ങനെ ചെല്ലാനും പറ്റൂല. നമുക്ക് ഒരു ഇതുണ്ടല്ലോ അല്ലാഹു ബർക്കത്തില്ല ഈ പെരും മഴയത്തും കാറ്റും കേട്ടാ. ഇൻഷാ അല്ലാഹ്. أعوذ بالله من الشيطان الرجيم.